നിനക്ക് അങ്ങനെ തന്നെ കിട്ടണം. എന്തിനാ വെള്ള ഹാഫ് സാരി എടുത്തു വന്നേ? എന്തിനാ മുടിയിൽ മുല്ലപ്പൂ വെച്ചിട്ട് വന്നെന്ന് ഞാൻ ചോദിച്ചതല്ലേ? നീ സത്യം പറഞ്ഞില്ലല്ലോ. എന്നിൽ നിന്നും ജയന്തി ചേച്ചിയിൽ നിന്നും നീ മറച്ചു വെച്ചോണ്ടാ ഗന്ധർവന് നിന്റെ അടുത്ത് വരാൻ കഴിയാതിരുന്നേ. ദൈവം നിനക്ക് പണി തന്നതാ. എന്തിനാണ് ഈ പാവത്തിന് വിഷമിപ്പിക്കുന്നേ? ഈ സങ്കടം കണ്ടിട്ടും നിനക്ക് എങ്ങനെയാ കുറ്റപ്പെടുത്താൻ തോന്നുന്നേ? ഞാൻ മറച്ചു പിടിച്ചൊന്നും അല്ല സൗന്ദര്യ. ഗന്ധർവനെ കാണാൻ ഞാൻ എത്ര ആഗ്രഹിച്ചാന്നോ. എല്ലാവരും 8:30 മണിക്കാ ജോലിക്ക് വരിക. ഞാൻ 8 മണിക്ക് എത്തി കാത്തിരിക്കാൻ തുടങ്ങി. നോക്കി നോക്കി കണ്ണു കാഴ്ചന്നല്ലാതെ ഒരു പ്രയോജനം ഉണ്ടായില്ല. എന്റെ സൈക്കിൾ ഉണ്ടായിരുന്നെങ്കില് ബസ്സിൽ തൂങ്ങാതെ ജോലിക്ക് പോവാൻ കഴിയുമായിരുന്നുവെന്ന് ഞാൻ മീരയോടും ആയിഷയോടും ഒക്കെ പറയുന്നത് ഗന്ധർവൻ കേട്ടു. ശമ്പളക്കാശ് നഷ്ടപ്പെട്ടതിന്റെ സങ്കടത്തില് ഞാൻ കരഞ്ഞതും ഗന്ധർവൻ കേട്ടു. ജെനിഫറിന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ കഴിയുമെന്ന് ഞാൻ ചോദിച്ചതും അയാൾ കേട്ടു. അതിനെല്ലാം പരിഹാരം ഉണ്ടാക്കി തരുകയും ചെയ്തു. പക്ഷെ ഗന്ധർവനെ കാണാൻ കൊതിച്ച് നടക്കുന്നതിനെ കുറിച്ച് ഞാൻ എന്റെ കൂട്ടുകാരികളോടും നിങ്ങളോടും പറഞ്ഞത് മാത്രം ഗന്ധർവൻ കേട്ടില്ല. എനിക്ക് തരുന്ന വാക്കുകളൊന്നും പാലിക്കുകയില്ല, പറ്റിക്കും. പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും തിരക്കിപ്പെട്ടു പോയിട്ടുണ്ടാവും. ഗന്ധർവൻ എന്ന് സ്വയം പറയുന്നുണ്ടെങ്കിലും മനുഷ്യൻ തന്നെയല്ലേ. വരാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി കാണാൻ കഴിയില്ലല്ലോ. ശരിയായിരിക്കാം, സംഭവിക്കാൻ പോകുന്നത് ആർക്കും പറയാൻ കഴിയില്ല. പക്ഷെ ഇന്ന് കാലത്ത് പോലെ എനിക്ക് എഴുത്തയച്ചതാ. ആ എഴുത്തില് ക്ഷമിക്കണം പാർവതി, ചില കാരണങ്ങൾ കൊണ്ട് എനിക്ക് പാർവതിയുടെ മുന്നിൽ വരാൻ കഴിഞ്ഞില്ല എന്ന് എഴുതായിരുന്നില്ലേ? എഴുതിയിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും സങ്കടം ഉണ്ടാവുമായിരുന്നില്ല. അതിനെക്കുറിച്ച് ഒരു വരി പോലും എഴുതിയിട്ടില്ല. എന്റെ സങ്കടങ്ങളൊന്നും ഗന്ധർവനൊരു പ്രശ്നമല്ലെന്നല്ലേ അതിന്റെ അർത്ഥം? അല്ല, വീണ്ടും ഗന്ധർവന് ലെറ്റർ വന്നു എന്നാണോ നീ പറഞ്ഞു വരുന്നേ? ലെറ്റർ മാത്രല്ല, പിന്നെ ഗന്ധർവന്റെ ഗിഫ്റ്റും വന്നിട്ടുണ്ടാവും. അതവക്ക് പറയാൻ ഇത്ര മടി. എന്ത് ഗിഫ്റ്റാ ഗന്ധർവൻ അയച്ചത്? അത് പറ. അന്ന് അയച്ചതുപോലെ നാരങ്ങ മിഠായി ആണോ? അല്ല. എന്നാ മധുരപലഹാരമായിരിക്കും. അല്ല. പിന്നെന്താ? തുറന്നു പറ പാറു, ഞാൻ ആരോട് പറയുന്നില്ല. അറിഞ്ഞാ നിങ്ങൾ എന്നെ കളിയാക്കും. സത്യമായിട്ട് ഞാൻ കളിയാക്കില്ല. ജയന്തി ചേച്ചി കളിയാക്കോ? ഞാൻ ആരെയും കളിയാക്കാറില്ലെന്ന് പാറുവിനറിയാം. പറ പാറു, ഗന്ധർവൻ എന്ത് ഗിഫ്റ്റ് അയച്ചത്? തലയിണ. തലയിണയോ? കാറ്റൂതി നിറയ്ക്കുന്ന തലയിണ. എന്താ ഇവിടെ ഒരു സ്വകാര്യം? മോഹൻ ചേട്ടാ, ഇത് കേട്ടോ? ഗന്ധർവൻ ഇന്ന് കാലത്ത് പാറിനൊരു ഗിഫ്റ്റ് അയച്ചു കൊടുത്തു. എന്താണെന്നറിയോ? തലയിണ. തലയണയോ? അത് നല്ലൊരു ഗിഫ്റ്റ് ആണല്ലോ. കെട്ടിപ്പിടിച്ച് കിടക്കാലോ. എന്റെ മുന്നിൽ വരുന്നില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഓരോന്ന് അയച്ചു തരുന്നുണ്ടല്ലോ. അത് എന്നോട് സ്നേഹമുള്ളതുകൊണ്ടല്ലേ? അതുകൊണ്ട് എനിക്ക് ഗന്ധർവനോട് ദേഷ്യപ്പെടാനും പറ്റുന്നില്ല. മനസ്സിലായി. പാറു, സത്യം പറയേ, ആ തലയിണ നീ കെട്ടിപ്പിടിച്ചില്ലേ? അപ്പൊ നിനക്ക് എന്താ തോന്നിയേ? ഗന്ധർവൻ എന്റെ അടുത്ത് വന്ന് നിൽക്കുന്ന പോലെ. എല്ലാരും ഇവിടെ നിൽക്കാണോ? ജോലിയൊന്നുമില്ലേ? പുതിയ സൂപ്പർവൈസർ ആൾ ഇത്തിരി സോഫ്റ്റ് ആണെന്ന് കരുതി നിങ്ങൾ ആരും മുതലെടുക്കരുത്. പോയി ജോലി ചെയ്യ്. ഈ പാറുവിന്റെ പ്രണയകഥ കേട്ടിരുന്നാലേ നിനക്കും ജോലി ചെയ്യാൻ തോന്നില്ല. ഇവളുടെ ഗന്ധർവനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് ഇവളുടെ മുന്നിൽ എത്തിച്ചു കൊടുക്കാൻ തോന്നും. നമ്മളെല്ലാരും കൂടി ഒത്തു ശ്രമിച്ച ഗന്ധർവനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞേക്കും. ഗന്ധർവനെ നിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി തന്ന നീ എന്തായിരിക്കും ഗന്ധർവനോട് ആദ്യം പറയുക? ഗന്ധർവനെ ആദ്യം എന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിത്താ, എന്നിട്ട് പറയാം. ആ തലയണ കെട്ടിപ്പിടിച്ച് നിൽക്കുമ്പോ ഗന്ധർവന് അടുത്തുള്ളത് പോലെ തോന്നാറുണ്ടെന്നല്ലേ നീ പറഞ്ഞത്? അതുകൊണ്ട് നീ എപ്പോഴും ആ തലയണ കെട്ടിപ്പിടിച്ച് നിൽക്കണം. അത് കെട്ടിപ്പിടിച്ചുകൊണ്ട് കുറെ ദിവസം നിന്നാ നിന്റെ തോന്നല് സത്യമായി മാറും. ഗന്ധർവൻ നിന്റെ മുന്നിലെത്തും. ഞാൻ കള്ളം പറഞ്ഞതല്ല,
നീ ഒന്ന് ശ്രമിച്ചു നോക്ക്. പാറുവിന്റെ പ്രേമം കാണുമ്പോ എനിക്കും ഒരാഗ്രഹം. എനിക്കും ആരെങ്കിലും പ്രേമിക്കണം. അതിന് പറ്റിയ ഒരാളുണ്ട്. ഉണ്ടോ? ആ, നീ ഒന്ന് ശ്രമിച്ചു നോക്ക്, ചിലപ്പോ വീഴും. ആര്? അത് മറ്റാരുമല്ല, നമ്മുടെ നന്ദൻ. അയ്യോ, ഒന്ന് പോ മോഹൻ ചേട്ടാ, ചുമ്മാ കൊതിപ്പിക്കാതെ. അവളുടെ ഒരു നാണം കണ്ടില്ലേ പ്രിയ?